ചെർക്കളയിലെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ 3 വർഷത്തിലേറെയായി വൈകുന്നതിനെതിരെ നാട്ടുകാരും വ്യാപാരികളും ആക്ഷൻ കമ്മിറ്റിയും വീണ്ടും ശക്തമായ പ്രതിഷേധ സമരത്തിനൊരുങ്ങുന്നു. മെയ് 31-നകം പ്രവർത്തനം പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടാത്ത പക്ഷം ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയുള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. 2026 ഏപ്രിൽ 13-ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ളക്കുഞ്ഞി ചെർക്കള, പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് എന്നിവരടങ്ങിയ സംഘം പുതിയ ജില്ലാ കളക്ടറെയും ADM-നെയും നേരിൽ കണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടിരുന്നു. കമ്പനി യോഗം വിളിച്ച് പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ കാര്യമായ പുരോഗതി ഇല്ലെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പരാതി. മഴയ്ക്ക് മുൻപായി എല്ലാ പണികളും പൂർത്തിയാക്കാത്ത പക്ഷം ചെർക്കള ടൗണിൽ വെള്ളക്കെട്ടുണ്ടായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വൻ നാശനഷ്ടമുണ്ടാകുമെന്ന് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. വരുന്ന മെയ് 31-നകം പ്രവർത്തനം പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടാത്ത പക്ഷം ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. നിരന്തരമായ പ്രക്ഷോഭങ്ങളും NHAയുമായി അധികൃതരുമായി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി നിരന്തരം ബന്ധപ്പെടുകയും ഒരു പരിധിവരെ പോരായ്മകളും അതോടൊപ്പം തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. പക്ഷെ ഇപ്പോൾ അവിടുത്തെ പ്രവൃത്തി ഡ്രെയിനേജ്, നടപ്പാത, സർവീസ് റോഡ്, അതോടൊപ്പം തന്നെ NHന്റെ ഫ്ലൈ ഓവറിലേക്ക് കയറുന്ന ചെർക്കള കല്ലെടുക്ക റോഡിൽ നിന്ന് കയറുന്ന ലാൻഡിംഗ്, ഇതിന്റെ പ്രവൃത്തി വളരെ മന്ദഗതിയിലാണ്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരെ വർക്ക് നടക്കാതിരുന്നപ്പോൾ ആക്ഷൻ കമ്മിറ്റി ജനപ്രതിനിധികളായ എന്നെ നിന്ദിക്കുന്നു, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ബന്ധപ്പെട്ട് അവര് PDയുടെ ഓഫീസിൽ പോയി, അതോടെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MDയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് അതിന്റെ ഉൾഭാഗങ്ങളിൽ നിന്നും ഇതിലേക്ക് മാനുവലായി ഒഴുകി വരുന്ന മഴവെള്ളവും അതുപോലെ തന്നെ ഡ്രെയിനേജും ഒക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നടത്താൻ വേണ്ടിയുള്ള വിശദമായ ഡീറ്റെയിൽസ് ഇന്ത്യയിൽ നിന്ന് കലക്ടറേറ്റ് സമർപ്പിച്ചു. പക്ഷെ അതുമായി യാതൊരു വിധത്തിലുള്ള സഹകരണമില്ലാതെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ PDയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഒക്കെ മെഗാ കമ്പനിയുടെ ആളുകളും വന്ന് MLAയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി മാർച്ച് 31-ാം തീയതി മുമ്പേക്ക് പൂർണ്ണമായി വർക്ക് പൂർത്തീകരിച്ചു തരാമെന്ന് അവിടെ നിന്നും ഏറ്റുപോയതാണ്. പക്ഷെ ആകെ ഒരു 15 ദിവസക്കാലം നല്ല നിലയിൽ വർക്ക് നടന്നു എന്നല്ലാതെ ഇന്ന് അവിടെ വർക്ക് തീരെ നടക്കുന്നില്ല. മഴക്കാലം വരാൻ വേണ്ടി പോകും. വ്യാപാരി സ്ഥാപനങ്ങളിലേക്കാണ് വെള്ളങ്ങൾ ഒഴിച്ചു കയറുന്നത്. കാൽനട യാത്രക്കാർക്ക് കഴിയുന്നില്ല. ചെർക്കള ഒരു ജംഗ്ഷനാണ്. തെക്ക് ഭാഗം കണ്ണൂർ ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഭാഗം, അതുപോലെ സുള്ളിയ, അതുപോലെ തന്നെ വിട്ല ഭാഗത്ത് നിന്നൊരു ആളുകൾക്ക് കയറാനും ഇറങ്ങാനുമുള്ള ഒരു ജംഗ്ഷൻ, ഒരു കേന്ദ്രമാണ്. പക്ഷേ യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത ഉത്സാഹാവസ്ഥ അവിടെ നിലത്തി നിൽക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ളക്കുഞ്ഞി ചെർക്കള, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മൂസ ബി ചെർക്കള, പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട്, ജനറൽ കൺവീനർ BM ഷെരീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷുക്കൂർ ചെർക്കള, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KA മുഹമ്മദ് കുഞ്ഞി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.